ഞങ്ങൾക്ക് കഴിയാവുന്ന തെരുവ് നായ്ക്കളെ മുഴുവൻ ഞങ്ങൾ നഗരസഭയെ കൊണ്ട് കിട്ടിയിട്ട് പോകും. ആ ഒരു സാഹചര്യം ഓർമ്മപ്പെടുത്തലായിട്ട് മാഡത്തിന് സമർപ്പിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചുള്ള നിലനിൽക്കുന്ന പ്രശ്നമാണ്. പൊതുജനം മൊത്തം ബുദ്ധിമുട്ടിലാണ് മാഡം. അപ്പൊ ഇത് ഓർമ്മപ്പെടുത്തലായിട്ട് മാഡം വെച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാറുള്ളത്. മേഡം ഞങ്ങൾ വലിയ പ്രതീക്ഷയൊക്കെ പോകുന്നത് മാഡത്തിന് 100% പ്രതീക്ഷയുണ്ട്. മാഡം പറയുന്ന കാര്യങ്ങൾ ഒരു ജെന്യൂനിറ്റി തോന്നിയത് കൊണ്ട് പോവുകയാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ പോലീസിന്റെ ബാക്കിലുണ്ട്, ഒരു പ്രശ്നമില്ല. പക്ഷെ മാഡം പറഞ്ഞ് ജെന്യൂനായിട്ട് ഒരു ആത്മാർത്ഥമായി പാലക്കാട് ജനതയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞങ്ങൾ നിങ്ങളൊപ്പം നിൽക്കും, ഉറപ്പായിട്ട് നിൽക്കും. ഒരു തർക്കവും വേണ്ട, നിങ്ങളൊപ്പം ഞങ്ങളും ഉണ്ടാവും എന്ത് കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാം. പട്ടികളുടെ ശല്യം കൊണ്ടുള്ള പ്രശ്നം ഭയങ്കര പ്രശ്നമാണ് പാലക്കാട് നഗരത്തിൽ. ആ പട്ടിശല്യം ഒന്ന് ഒത്തുതീർക്കണം. അതായത് പാലക്കാട് നഗരത്തില് ഫുള്ള് തെരുവ് നായ ശല്യമാണ്. നിങ്ങൾ സുഖമായി കാറിൽ ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്ക് പോകും. ഞങ്ങളിപ്പോൾ സാധാരണപ്പെട്ട പാലക്കാട് ജനത ശരിക്കും പറയണമെങ്കിൽ മേഡം അതിനെന്തെങ്കിലും പരിഹാരം കണ്ടിട്ടുണ്ടോ? ഈ കഴിഞ്ഞ മെയ് 19 തീയതി സുപ്രീം കോടതി മെയ് 19 ഇറങ്ങിയ മാഡം പാലക്കാട് നഗരസഭ അത് ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ 6700 നായക്കളത്ത് ഈ നഗരസഭാ കൗൺസിലേക്ക് നായനെ കൊണ്ടുവന്നിട്ടുണ്ട്. പണ്ട് 10 കൊല്ലം ഞങ്ങളുടെ ആവശ്യം അല്ല മാഡത്തേക്ക് ഒരാൾ ചെയ്തുകൊണ്ട് ഒരു കുറച്ച് നേരം വന്ന് ഇരിക്കാൻ വേണ്ടി വന്നല്ല. കാര്യം നടക്കണം. അടിയന്തരമായി തന്നെ മാഡത്തിന് പരിഹാരം കഴിഞ്ഞ് 31 തീയതി കിട്ടി. ഇപ്പൊ 4 ദിവസമായി മേഡം തീരുമാനം എടുത്തിട്ടില്ല. നിങ്ങൾ അടിയന്തരമായിട്ടൊരു ഇടപെടൽ നടത്തി തീരുമാനം ഉണ്ടാക്കണം. ഭരണാധികാരികളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങൾക്ക് വിശ്വാസം അർപ്പിച്ചാൽ ഞങ്ങൾ പോകും. അടിയന്തരമായിട്ടൊരു ഇടപെടൽ ഉണ്ടാവണം ഈ തെരുവുനായ്ക്കൾക്ക്. ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, ആശുപത്രികൾ കേന്ദ്രീകരിച്ച്, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ഈ പ്രദേശങ്ങളിലാണ് തെരുവുനായ്ക്കൾ കടന്നാക്രമിക്കുന്നത്. പാലക്കാട് നഗരസഭാ ഓഫീസ് കേന്ദ്രീകരിച്ചിട്ട് നഗരസഭാ ഓഫീസിൽ പോകാനും കിടക്കുന്നുണ്ട്. അത് നിങ്ങൾ ഇവിടെ പോലും ചെയ്യുന്നില്ല.